ആദ്യം ഒരു നൊട്ടേഷനാണ് എൽ ഓഫ് എക്സ് വൈ ബി ദി സെറ്റ് ഓഫ് ഫോർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ വെക്റ്റർ സ്പേസ് എക്സ് ഇൻടു എ വെക്റ്റർ സ്പേസ് വൈ. അതായത് ഒരു വെക്റ്റർ സ്പേസ് എക്സിൽ നിന്നും മറ്റൊരു വെക്റ്റർ സ്പേസ് വൈയിലേക്കുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും കളക്ഷനെയാണ് എൽ ഓഫ് എക്സ് വൈ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനെയാണ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ലീനിയർ ഓപ്പറേറ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ എൽ ഓഫ് എക്സ് എക്സിന് പകരം ഷോർട്ടായിട്ട് എൽ ഓഫ് എക്സ് എന്ന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇഫ് A1 A2 ബിലോങ്സ് ടു എൽ ഓഫ് എക്സ് വൈ, അതായത് A1ഉം A2ഉം എക്സിൽ നിന്നും വൈയിലേക്കുള്ള രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് C1 ആൻഡ് C2 ആർ സ്കേലാർസ്, ദെൻ C1 A1 പ്ലസ് C2 A2 എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് C1 A1 പ്ലസ് C2 A2 ഓഫ് എക്സ് ഈക്വൽ ടു C1 ഇൻറ്റു A1 ഓഫ് എക്സ് പ്ലസ് C2 ഇൻറ്റു A2 ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. Clearly, this C1 A1 plus C2 A2 is a linear transformation from x to y. So, C1 A1 plus C2 A2 belongs to L of xy. Then, if x, y, z are vector spaces and if A belongs to L of xy and B belongs to L of yz, അതായത് എക്സ് എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്നും വൈ എന്നുള്ള വെക്റ്റർ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് എ. അതുപോലെ ബി എന്നുള്ളത് വൈയിൽ നിന്നും സെഡിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ദെൻ ആ രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും പ്രൊഡക്റ്റ് ബി എ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് കോമ്പോസിഷൻ ഓഫ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് ബി എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എ ഓഫ് എക്സ്. ദെൻ ബി എ എന്നുള്ളത് എക്സിൽ നിന്ന് സെഡിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, ദാറ്റ് ഈസ് ബി എ ബിലോങ്സ് ടു എൽ ഓഫ് എക്സ് സെഡ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ബി എയും എ ബിയും സെയിം ആയിരിക്കില്ല. എക്സും വൈയും സെഡും സെയിം ആയാൽ പോലും ബി എയും എ ബിയും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ വെറുതെ എടുക്കുകയാണെങ്കിൽ റിയൽ ലൈൻ കൺസിഡർ ചെയ്യുക. ആറ് തന്നെ ഇരുന്നോട്ടെ, വെക്റ്റർ സ്പേസ് എക്സ് എന്നുള്ളത് 6, വൈ എന്നുള്ളതും 6, സെഡ് എന്നുള്ളതും 6 തന്നെ റിയൽ ലൈൻ. ദെൻ എ എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ ഓഫ് എക്സ് ഈക്വൽ ടു 3x + 2, അതുപോലെ ബി എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ x - 1. നിങ്ങൾക്ക് അതിൻ്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടും സെയിം അല്ല എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ദെൻ ഫോർ എ ബിലോങ്സ് ടു എൽ ഓഫ് ആർ എം, അതായത് ആർ എന്നിൽ നിന്നും ആർ എമ്മിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് എ. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ നോം എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് നോം എ, അത് സുപ്രീമം ഓഫ് ഓൾ നമ്പേഴ്സ് മോഡ് എ ഓഫ് എക്സ് വേർ എക്സ് റേഞ്ചസ് ഓവറോൾ വെക്റ്റേഴ്സ് ഇൻ ആർ എൻ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന ആർ എന്നിലെ എല്ലാ വെക്റ്റേഴ്സും കൺസിഡർ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡുലസ് ഓഫ് എ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ സുപ്രീമം എന്തായിരിക്കുമോ അതായിരിക്കും നോമെ. അതൊരു ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് നോമെ ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് എ എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ആർ എൻ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ ഒരു നോട്ടാണ് ആദ്യത്തെ, മോഡ് എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമെ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. സോ ഇത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഇൻഇക്വാലിറ്റി ട്രിവിയലാണ്, അതായത് ലെഫ്റ്റ് സൈഡും 0 വരും, റൈറ്റ് സൈഡും 0 വരും. സോ ആ കേസിൽ പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. സോ അസ്യൂം എക്സ് നോട്ട് ഈക്വൽ ടു 0. സോ എക്സ് ബൈ മോഡ് എക്സ് എന്നുള്ളതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 1 ആയിരിക്കും, നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാം നോമെ എന്നുള്ളത് സുപ്രീമം ഓഫ് മോഡ് എ എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ആർ എൻ വിത്ത് നോം എക്സ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ എക്സ് ബൈ മോഡ് എക്സിൻ്റെ മോഡുലസ് വാല്യൂ 1 ആണ്. സോ അത് ഈ പറഞ്ഞ റേഞ്ചിൽ ഉൾപ്പെടുന്നതാണ്. സോ നോമിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് ബൈ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമെ. ഇവിടെ 1 ബൈ മോഡ് എക്സ് എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എ ലീനിയർ ആയതുകൊണ്ട് നമുക്ക് അതിനെ 1 ബൈ മോഡ് എക്സ് ഇൻറ്റു എ ഓഫ് എക്സ് എന്ന് എഴുതാം, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമെ. സോ 1 ബൈ മോഡ് എക്സ് എന്നുള്ളത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട്, അതല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ എടുത്താൽ മതി, മോഡ് എ ബി എന്നുള്ളത് മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. സോ അത് യൂസ് ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ മോഡ് എക്സ് ഇൻറ്റു മോഡ് ഓഫ് എ എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമെ.
സോ അതിൽ നിന്നും അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ mod ax ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമ ഇൻറ്റു mod x ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. സോ നമ്മൾ രണ്ട് കേസിലും പ്രൂവ് ചെയ്തു. സോ mod ax ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോമ ഇൻറ്റു mod x ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു Rn. Then note 2, if lambda is such that modulus of ax less than or equal to lambda into mod x for all x belongs to Rn, then norm less than or equal to lambda. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് whenever mod ax less than or equal to lambda into mod x for all x belongs to Rn അങ്ങനെ ഒരു ലാംഡ ഉണ്ടെങ്കിൽ നോം എ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ തന്നിട്ടുണ്ട് mod ax less than or equal to lambda into mod x for all x belongs to Rn. സോ അത് mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന എക്സിനും ഹോൾഡ് ചെയ്യും. സോ ആ ഒരു കേസിൽ അത് modulus of ax less than or equal to lambda into 1 for all x belongs to Rn with mod x less than or equal to 1, which implies modulus of ax less than or equal to lambda for all x belongs to Rn with mod x less than or equal to 1. സോ ഇങ്ങനെയുള്ളതിൻ്റെ സുപ്രീമമാണ് നോമെ. സോ സുപ്രീമത്തിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്താൽ ഇവിടെ ലാംഡ എന്നുള്ളതൊരു അപ്പർ ബൗണ്ടാണ് ആ ഒരു സെറ്റിൻ്റെ, അതായത് സെറ്റ് ഓഫ് ഓൾ mod ax വിത്ത് എക്സ് ബിലോങ്സ് ടു Rn വിത്ത് mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ് ലാംഡ. സോ സുപ്രീമത്തിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ലാംഡ എന്നുള്ളത് സുപ്രീമത്തിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം, അതായത് നോമെ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ. ദെൻ തിയറം 9.7 മൂന്ന് പാർട്ടുണ്ട്. ഫസ്റ്റ്, ഇഫ് എ ബിലോങ്സ് ടു എൽ ഓഫ് Rn Rm ദെൻ നോമെ ഈസ് ഫൈനൈറ്റ്, അതായത് നോമെ എന്നുള്ളത് ലെസ് ദാൻ ഇൻഫിനിറ്റി, ആൻഡ് എ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് മാപ്പിംഗ് ഓഫ് Rn ഇൻറ്റു Rm. നമുക്ക് രണ്ട് കാര്യമാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ എന്നുള്ളത് Rnൽ നിന്നും Rmലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നോമ എന്നുള്ളത് ഫൈനൈറ്റ് ആയിരിക്കും എന്നും എ എന്നുള്ളത് യൂണിഫോംലി കണ്ടിന്യൂസ് മാപ്പിംഗ് ആണെന്നും ആണ് പ്രൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ടിൽ. അതിനുശേഷം ബി പാർട്ടിൽ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു എൽ ഓഫ് Rn Rm, അതായത് എയും ബിയും Rnൽ നിന്ന് Rmലേക്കുള്ള രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സി എന്നുള്ളത് എനി സ്കേലാർ, ദെൻ ഫസ്റ്റ് കണ്ടീഷൻ നോം ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി. അതുപോലെ തന്നെ നോം ഓഫ് സി എ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം എ. നമുക്കൊരു കാര്യം കൂടി ഇതിൽ പ്രൂവ് ചെയ്യാനുണ്ട്. ബി പാർട്ടിൽ എൽ ഓഫ് Rn Rm എന്നുള്ളതൊരു മെട്രിക് സ്പേസ് ആണ് വിത്ത് ദി മെട്രിക് ഡി ഓഫ് എ കോമ ബി ഈക്വൽ ടു നോം ഓഫ് എ മൈനസ് ബി, അതായത് എൽ ഓഫ് Rn Rm എന്നുള്ളത് Rnൽ നിന്നും Rmലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ്. സോ ആ സെറ്റിൽ ഉൾപ്പെടുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. സോ അതിൽ രണ്ട് എലിമെൻ്റ് എടുക്കുകയെന്ന് വെച്ചാൽ Rnൽ നിന്ന് Rmലേക്കുള്ള രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അങ്ങനെ രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഓഫ് എ ബി എന്നുള്ളത് നോം ഓഫ് എ മൈനസ് ബി, അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെട്രിക് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതൊരു മെട്രിക് സ്പേസ് ടുഗദർ വിത്ത് ദാറ്റ് മെട്രിക് എന്ന് നമുക്ക് പറയാം. ദെൻ ഇഫ് എ ബിലോങ്സ് ടു എൽ ഓഫ് Rn Rm ആൻഡ് ബി ബിലോങ്സ് ടു എൽ ഓഫ് Rm Rk, ദെൻ നോം ഓഫ് ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ, അതായത് എ എന്നുള്ളത് Rnൽ നിന്നും Rmലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ബി എന്നുള്ളത് Rmൽ നിന്നും Rkയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നോം ഓഫ് ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ. സോ ആദ്യം എ പാർട്ട് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം Rnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് സെറ്റ് ഓഫ് ഓൾ E1 E2 എക്സെട്ര En. ഈ ജെ എന്നുള്ളത് എന്താണെന്ന് അറിയാം. ജെത്തെ പ്ലേസിൽ 1ഉം ബാക്കി എല്ലായിടത്തും 0 ആയിട്ടുള്ള ഒരു എൻടപ്പിളാണ്. സോ ആർബിട്രറി ആയിട്ട് ഒരു എക്സ് Rnൽ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിനെയും നമുക്ക് ഈ ബേസിസിൻ്റെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും. ദെർഫോർ എക്സ് ഈക്വൽ ടു summation I equal to 1 to n ci into ei for some scalars ci. Then mod x എന്നുള്ളത് root of c1 square plus c2 square plus etc plus cn square. So whenever mod x less than or equal to 1 we get
root of c1 square plus c2 square plus etc square plus cn square less than or equal to 1. സോ ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായാലും c1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് cn സ്ക്വയർ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് ഈച്ച് ci എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയാലാണ് ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. നൗ മോഡ് എക്സ് എന്നുള്ളത് മോഡുലസ് ഓഫ് എ ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ci ഇൻറ്റു ഇ ഐ. എ എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് നമുക്കതിന് ഇതുപോലെ മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എ ഓഫ് ci ഇൻറ്റു ഇ ഐ. വീണ്ടും ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ci ഇൻറ്റു എ ഓഫ് ഇ ഐ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ci ഇൻറ്റു എ ഓഫ് ഇ ഐ. അത് ആർ എമ്മിലെ നോമിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. നോമിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫങ്ഷണൽ അനാലിസിസിൽ പഠിക്കും. ഇപ്പോൾ തൽക്കാലം പാർ വണ്ണിലാണെങ്കിൽ ആ നോം എന്നുള്ളത് നോം ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. ഇപ്പോൾ പാർ ടുവിൻ്റെ കേസിലാണെങ്കിൽ ഓഡ് പെയർസ് ആയിരിക്കും മെമ്പേഴ്സ്. സോ മോഡുലസ് ഓഫ് x1 y1 പ്ലസ് x2 y2 എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് x1 y1 പ്ലസ് മോഡുലസ് ഓഫ് x2 y2. ആ ഒരു കേസാണ് ജനറലായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആർ എമ്മിൻ്റെ രണ്ട് വെക്റ്റേഴ്സാണ് എയും ബിയും എങ്കിൽ നോം ഓഫ് എ പ്ലസ് ബി എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയത്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് സി ഐ ഇൻറ്റു എ ഓഫ് ഇ ഐ എന്നുള്ളത് ഈക്വൽ ടു മോഡ് സി ഐ ഇൻറ്റു എ ഓഫ് ഇ ഐ. സോ അത് യൂസ് ചെയ്തിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡ് സി ഐ ഇൻറ്റു മോഡ് എ ഓഫ് ഇ ഐ ദെൻ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എ ഓഫ് ഇ ഐ. അത് ഇക്വേഷൻ 2 യൂസ് ചെയ്തിട്ടാണ്. ഇക്വേഷൻ 2ൽ നമുക്ക് മോഡ് സി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഇത് ഇനീക്വാലിറ്റി കിട്ടിയത്. ദെർഫോർ മോഡുലസ് ഓഫ് എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എ ഓഫ് ഇ ഐ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്കറിയാം നോം എ എന്നുള്ളത് സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് എക്സ് ബിലോങ്സ് ടു ആർ എൻ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്കിവിടെ കിട്ടി മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എ ഓഫ് ഇ ഐ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടുള്ള എക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡുലസ് ഓഫ് എ ഓഫ് എക്സുകളുടെ ഒരു അപ്പർ ബൗണ്ടാണ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എ ഓഫ് ഇ ഐ എന്നുള്ളത്. സോ നോം എന്നുള്ളത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് നോം എ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എ ഓഫ് ഇ ഐ. അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. സോ അതിൽ നിന്നും നോം എ എന്നുള്ളത് ഫൈനൈറ്റ് എന്ന് കിട്ടും. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ എന്നുള്ളത് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നാണ്. അതിനുവേണ്ടി ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് വെൻ എവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ. സോ എപ്സിലോണിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം ഇവിടെ പ്രൂവ് ചെയ്യുന്നു. മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ ലീനിയർ ആയതുകൊണ്ട് അതിനെ മാറ്റി മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. നമുക്ക് നോട്ട് 1ൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്തു മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിനെ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ദെൻ 1 പ്ലസ് നോം എ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എ ആണ്. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് നോം എ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്നുള്ളതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് കിട്ടും. സോ ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ചൂസ് ചെയ്യേണ്ടത് എപ്സിലോൺ ബൈ 1 പ്ലസ് നോം എ. സോ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് നോം എ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. അതിനെ ഇക്വേഷൻ 3 എന്ന് വിളിച്ചു.
ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വെനെവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഡെൽറ്റ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് എപ്സിലോൺ ബൈ 1 പ്ലസ് നോമെ. സോ വെനെവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ വി ഗെറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ബൈ 1 പ്ലസ് നോമെ. നമുക്ക് അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 പ്ലസ് നോമെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ. ഇക്വേഷൻ 3 യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ. സോ നമുക്കിപ്പോൾ കിട്ടി വെനെവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ. സോ എ എന്നുള്ളത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ദെൻ ബി പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത് നോം ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി എന്നും നോം ഓഫ് സി എ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം എ എന്നും. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എൽ ഓഫ് ആർ എൻ ആർ എം എന്നുള്ളത് ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡി ഓഫ് എ ബി ഈക്വൽ ടു നോം ഓഫ് എ മൈനസ് ബി. ആ ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ വെച്ചിട്ട് അതൊരു മെട്രിക് സ്പേസ് ആവുന്നു പ്രൂവ് ചെയ്യണം. സോ ആദ്യം നോം ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി അത് പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഓഫ് എക്സ് എന്നുള്ളത് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് ബി ഓഫ് എക്സ്. സോ നോട്ട് 1 യൂസ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുള്ളത് മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. അത് യൂസ് ചെയ്താൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ് പ്ലസ് നോം ബി ഇൻറ്റു മോഡ് എക്സ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി ഇൻറ്റു മോഡ് എക്സ്. സോ നമുക്കിപ്പോൾ കിട്ടി മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി ഇൻറ്റു മോഡ് എക്സ്. ഇവിടെ നോം എ പ്ലസ് നോം ബി എന്നുള്ളതൊരു സ്കേലാറാണ്. സോ നോട്ട് 2 നമുക്ക് പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു മോഡ് എക്സ് എന്നുള്ള കണ്ടീഷൻ എല്ലാ എക്സ് ബിലോങ്സ് ടു ആർ എന്നും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോം എ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആയിരിക്കുന്നത്. സോ അത് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും നോം ഓഫ് എ പ്ലസ് ബി എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ പ്ലസ് നോം ബി. ലാംഡയുടെ പകരം നോം എ പ്ലസ് നോം ബി എന്നുള്ള നമ്പർ കൊടുത്താൽ മതി. ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടും. ദെൻ മോഡുലസ് ഓഫ് സി എ ഓഫ് എക്സ് എന്നുള്ളത് മോഡുലസ് ഓഫ് സി ഇൻറ്റു എ ഓഫ് എക്സ്. മോഡുലസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എ ഓഫ് എക്സ്. സോ നമുക്കിപ്പോൾ കിട്ടി മോഡുലസ് ഓഫ് സി എ ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് സി ഇൻറ്റു മോഡ് എ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. സോ ഇൻ പർട്ടിക്കുലർ modulus of Ca of x equal to mod C into mod A of x for all x belongs to Rn with mod x less than or equal to 1. So supremum of modulus of Ca of x for all x belongs to Rn with mod x less than or equal to 1 എന്നുള്ളത് equal to supremum of mod C into mod A of x for all x belongs to Rn with mod x less than or equal to 1. അത് രണ്ടും സെയിം ആണെന്ന് മോഡൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. സോ നോം സി എ എന്നുള്ളത് ഈക്വൽ ടു മോഡ് സി ഇൻറ്റു സുപ്രീമം ഓഫ് മോഡ് എ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എൻ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ അത് നോമയുടെ ഡെഫിനിഷനാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നോമെ, അതായത് മോഡ് സി ഇൻറ്റു നോമെ, ദാറ്റ് ഈസ് നോം ഓഫ് സി എ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോമെ. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എൽ ഓഫ് ആർ എൻ ആർ എം എന്നുള്ളതൊരു മെട്രിക് സ്പേസ് എന്നാണ്. അവിടെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഇതാണ്, ഡി ഓഫ് എ ബി ഈക്വൽ ടു നോം ഓഫ് എ മൈനസ് ബി. സോ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെട്രിക് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ആർ എൻ ആർ എം എന്നുള്ളതൊരു മെട്രിക് സ്പേസ് ടുഗദർ വിത്ത് ദിസ് മെട്രിക്. നമുക്കറിയാം ഡി എന്നുള്ളത് ഒരു മെട്രിക് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷനിൽ 2 സബ്ഡിവിഷൻ ഉണ്ട്. ഒന്നാമത്തെ ഡി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ദി സ്പേസ് വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ദെൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. രണ്ടും ഫസ്റ്റ് കണ്ടീഷനാണ്. സെക്കൻഡ് വൺ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ദി സ്പേസ്. ദെൻ തേർഡ് വൺ
d of xy less than or equal to d of xz plus d of zy for all x, y, z belongs to capital X. ഇതാണ് മെട്രിക് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കാണിക്കേണ്ടത്. സോ ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഇവിടെ എക്സ് എന്നുള്ള സ്പേസിന് പകരം എക്സ് എന്നുള്ളത് എൽ ഓഫ് ആർ എൻ ആർ എം ആണ്. മെട്രിക് ഇങ്ങനെയാണ്, ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡി ഓഫ് എ ബി ഈക്വൽ ടു നോം ഓഫ് എ മൈനസ് ബി. സോ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ക്ലിയർലി നോം ഓഫ് എ മൈനസ് ബി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് കിട്ടും. സോ അതിൽ നിന്നും എ മൈനസ് ബി ഓഫ് എക്സ് എന്നുള്ളത് 0 എന്ന് കിട്ടും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. സോ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. സോ നോം ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു 0. കാരണം നോം ഓഫ് എ മൈനസ് ബി എന്നുള്ളത് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഓഫ് എക്സ് വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇങ്ങനെയുള്ളതിൻ്റെ സുപ്രീമമാണ്. ഇവിടെ എല്ലാ എക്സ് ബിലോങ്സ് ടു ആർ എന്നിനും മോഡുലസ് ഓഫ് എ മൈനസ് ബി ഓഫ് എക്സ് 0 ആയതുകൊണ്ട് നമുക്ക് നോം ഓഫ് എ മൈനസ് ബി എന്നുള്ളത് 0 എന്ന് കിട്ടും. അതായത് ഡി ഓഫ് എ ബി എന്നുള്ളത് 0 എന്ന് കിട്ടും. സോ വെൻ എവർ എ ഈക്വൽ ടു ബി ഡി ഓഫ് എ ബി ഈക്വൽ ടു 0. കോൺവേഴ്സ്ലി അസ്യൂം ഡി ഓഫ് എ ബി ഈക്വൽ ടു 0. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഈക്വൽ ടു ബി എന്നാണ്. ഡി ഓഫ് എ ബി 0 ആയതുകൊണ്ട് നോം ഓഫ് എ മൈനസ് ബി എന്നുള്ളത് 0 ആയിരിക്കും. നമുക്കറിയാം മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് ബി ഓഫ് എക്സ് എന്നുള്ളത് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി ഓഫ് എക്സ്. അത് നോട്ട് 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ മൈനസ് ബി ഇൻറ്റു മോഡ് എക്സ്. ഇവിടെ നോം ഓഫ് എ മൈനസ് ബി എന്നുള്ളത് 0 ആണ്. സോ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് ബി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് മൈനസ് ബി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ, വിച്ച് ഇംപ്ലൈസ് എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. സോ എ ഈക്വൽ ടു ബി എന്ന് കിട്ടും. അതായത് ഡി ഓഫ് എ ബി എന്നുള്ളത് 0 എന്ന് അസ്യൂം ചെയ്തപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. സോ ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഡി ഓഫ് എ ബി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി. ദെൻ ഡി ഓഫ് എ ബി എന്നുള്ളത് നോം ഓഫ് എ മൈനസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് ബി മൈനസ് എ. അത് ഒബ്വിയസ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഓഫ് ബി എ. സോ സെക്കൻഡ് കണ്ടീഷനും ഹോൾഡ് ചെയ്തു. ദെൻ തേർഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് ഡി ഓഫ് എ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എ ബി പ്ലസ് ഡി ഓഫ് ബി സി ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു എൽ ഓഫ് ആർ എൻ ആർ എം. നമുക്കറിയാം ഡി ഓഫ് എ സി എന്നുള്ളത് നോം ഓഫ് എ മൈനസ് സി ആണ്. അതിന് നമുക്ക് നോം ഓഫ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഫസ്റ്റ് പാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ മൈനസ് ബി പ്ലസ് നോം ഓഫ് ബി മൈനസ് സി വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഓഫ് എ ബി പ്ലസ് ഡി ഓഫ് ബി സി. That is d of AC less than or equal to d of AB plus d of BC. So D is a metric on L of R and Rm. So L of R and Rm is a metric space together with this metric. Then C പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് എ എന്നുള്ളത് എൽ ഓഫ് ആർ എൻ ആർ എം, അതായത് ആർ എന്നിൽ നിന്നും ആർ എമ്മിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ബി എന്നുള്ളത് ആർ എമ്മിൽ നിന്നും ആർ കെയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി മോഡുലസ് ഓഫ് ബി എ ഓഫ് എക്സിനെ നമുക്ക് ഇതിൻ്റെ കോമ്പോസിഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, വിച്ച് ഈസ് ഈക്വൽ ടു ബി ഓഫ് എ ഓഫ് എക്സ്. ദെൻ നോട്ട് 1 യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു മോഡ് എ ഓഫ് എക്സ്. അവിടെ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോഡ് എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും. വീണ്ടും അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ ഇൻറ്റു മോഡ് എക്സ്. സോ നമുക്കിപ്പോൾ കിട്ടി മോഡുലസ് ഓഫ് ബി എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ. ദെൻ നോട്ട് 2ൽ ലാംഡയ്ക്ക് പകരം നോം ബി ഇൻറ്റു നോം എ എന്ന് യൂസ് ചെയ്യുക. സോ നോട്ട് 2 യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും നോം ഓഫ് ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബി ഇൻറ്റു നോം എ. ദെൻ ഇതിൻ്റെ ഒരു നോട്ടുണ്ട്, എൽ ഓഫ് ആർ എൻ എന്നുള്ളതും ഒരു മെട്രിക് സ്പേസ് ആയിരിക്കും. നമ്മൾ ബി പാർട്ടിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എൽ ഓഫ് ആർ എൻ ആർ എം എന്നുള്ളത് ഒരു മെട്രിക് സ്പേസ് ആണെന്ന്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് എൽ ഓഫ് ആർ എൻ. എൽ ഓഫ് ആർ എൻ എന്ന് വെച്ചാൽ ആർ എന്നിൽ നിന്നും ആർ എന്നിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷൻ. അതും സെയിം മെട്രിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെട്രിക് സ്പേസ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും.